ಎಲ್ಲರಿಗೂ ಕುಂಬುಡು ನಮ್ತೂರು ಸೇದಿಗ ನಾವಳಿಗಿರಿ ಪಾಕುಳಂ ಕೊಲ್ಲಂಗಡವು ಕಂಡೀರ್ ರೋಡು ಗುಂಡುಗುಯಾಯಿ കിടക്കുന്നത് 500 കുടുംബങ്ങൾ വാഴുക കൊല്ലങ്കടവ് കണ്ടൂർ ഭാഗത്തിരിക്കവർക്ക് ഒരു വഴിയേ ഇത് പാക്കുളത്തിരുന്ന് കണ്ടൂർക്ക് മൊത്ത ദൂരം 4 കിലോമീറ്റർ ഇത് 1 കിലോമീറ്റർക്ക് ടാറിംഗ് ചെയ്തിരിക്കാറ് ബാക്കി 3 കിലോമീറ്റർക്ക് സോളിംഗ് വർക്ക് ചെയ്തിരിക്കാറ് ഇച്ച ഇരിക്കുന്നതിനാലെ ഈ വഴിയെ വണ്ടി വാഹനങ്ങൾ പോകതില്ല അതിനാലെ ഇങ്ങിരിക്ക ജനങ്ങൾ ഭയങ്കര കഷ്ടപ്പെടുകയാണ് ಆತರ ಅರ್ಜೆಂಟ್ಗೆ ಆಸ್ಪತ್ರೆಗೆ ಕೂಡ ಹೋಗ ಮುಡಿಯಾದ ಕಷ್ಟ ಇದಕ್ಕೆ ಪಂಚಾಯತ್ ಇருந்து ಸೀಕ್ರ ವೇಲನೆ ಮುಡಿತು ಜನಗಳ್ತು ಕಷ್ಟತೆ ಮುಡಿಕೊಂಡು ഇങ്ങനത്തെ പൊതുജനക കേട്ടിരിക്കാറ് ഏതാണ്ട് 3ഓളം ആദിവാസി ഊരുകളും മൊത്തം അതിനകത്ത് 1000ഓളം കുടുംബങ്ങളും അതിന് താമസിക്കുന്നുണ്ട്. ഇവർക്കെല്ലാം പെട്ടെന്ന് പിന്നെ ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്കൊക്കെ വരുമ്പോൾ ഇവിടെ ആരും ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓട്ടോറിക്ഷക്കാരിപ്പോൾ വാങ്ങിക്കൊണ്ടിരുന്ന വാടകയെക്കാളും ഡബിൾ ഇരട്ടി കൊടുത്താലും എല്ലാവർക്കും പോകാൻ ബുദ്ധിമുട്ടുള്ള അവസ്ഥ വെച്ചാൽ ഓട്ടോറിക്ഷ പോകുന്ന തന്നെ റോഡ് വണ്ടി മറിയുന്നൊരവസ്ഥയിലേക്കാണ് റോഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കിടക്കുന്നത്. അപ്പം പ്രതിനിധികളെല്ലാവരും വന്നതായിട്ട് നോക്കിയിട്ട് പോലില്ല എന്നുള്ളതാണ് എന്റെ പ്രത്യേകത. ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്തോ അല്ലെങ്കിൽ MLA-യുടെ ഏതെങ്കിലും ഫണ്ടിൽ നിന്നെടുത്ത് ഉടനടി ഈ റോഡ് ശരിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ സുഖമില്ലാതെ വരുന്ന ആൾക്കാരെ നമ്മൾ ചുമന്നുകൊണ്ടിരുന്ന ഒരു അവസ്ഥയിലേക്കാണ് എത്താൻ പോകുന്നത്. చిన్న పిల్లగా పడికాకము വളടകാకుంde ఊరుగల్తి బేలవడిగా కట్టి కొడుకారు ఆయన పడవేలూరి పిల్లగా ఇరకారు ఆయన ಅದರ ಪಡುತ್ತು വളടകാക്ക് ബേലവടിതേ ഇല്ലേ 1.5 വർഷத்துக்கு മുന്നുക്ക് പഞ്ചായത്ത് ഫണ്ടിലിരുന്ന് 3 ലക്ഷം രൂപ പാസ്സായി പടവേലൂർതി ബാലവടി കെട്ടുക തുടങ്ങിയത് അങ്ങനെ ജനൽ മട്ടത്തെ കെട്ടിരിക്കാറ് ഇനിയും വേലക മുടിക്കലേ ഇച്ച വേലനെ മുടിക്കാതിരിക്ക പടവേൽ ബാലവടിക്ക് സുത്തുമതിൽ പാസ്സായി കെട്ടിമുടുത്ത് സുണ്ണാമ്പും അടുത്താച്ചു ശരിക്കും சொல்லப்போனா அட்டைப்பாடி இருக்க எல்லா சர்க்கார் பண்டிதையும் வேலைன்னு செய்யணும்னா ஒரு கன்வீனரை எடுத்து வேலை செய்வார் பாடவேலூர்தி இங்கத்த டீச்சர்தே கன்வீனர்தி அடிதே வேலை நடக்கணும் ஆனா இச்ச பொது வேலைக்கு எடுத்து செய்ய கான்ட்ராக்டர்களுக்கே வேலைனை கொடுத்து கடைசி நாம் இச்சதே சங்கடப்படணும். இப்ப பாடவேலூர்தி வேலை எடுத்து செய்த ஆளு 85,000 ரூபாய் பணத்தை வாங்கிட்டு வேலைனை முடிக்காதே வேணே இனி பாதி வேலைனை முடிக்கணும் தான் வேற ಕಾಂಟ್ರಾಕ್ಟರ್ನೇ ಪುಡುತ್ತದೆ ವೇಲೆನೆ ಮುಡಿಕೋಣ ಇದೊರು ಪಾಡವೇಲೂರು ಬಾಲವಾಡಿ ವೇಲೆ ಮಾತ್ರಮಲ್ಲ ಇಂದು ಅಟ್ಟೆಪಾಡಿ ಪೂರಂ നടക്കാതെ ഇച്ചದೆ ಇದಕ್ಕೆ ബന്ധപ്പെട്ട അധികാരിക നടപടിക്ക് എടുത്ത് ശീഘ്ര വേലനെ മുടുത്ത് പിള്ളകളെ പഠിക്കാക്ക വിടണമെന്ന് ഊരു ജനങ്ങൾ കേട്ടിരിക്കാറ്. നേരത്തെ ഈ അംഗനവാടിയുടെ ഒരു പൊസിഷൻ വളരെ മോശം ഇതാണ്. കുട്ടികൾക്ക് അവിടെ ഇരിക്കാനും സൗകര്യമില്ല മറ്റു രീതിയിലായിരുന്നു. അപ്പൊ ഇപ്പൊ വന്നിട്ട് ഈ പണി തുടങ്ങി ഈ പണി വന്ന് പൂർത്തിയാച്ചില്ല. ഇതിപ്പോ 2-3 ആൾക്കാർ കോൺട്രാക്ടുകാർ ആണ് എടുത്തിപ്പോ ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ ഈ പണി ഇതുവരെ നമുക്ക് പൂർത്തീകരിച്ചിട്ടില്ല. അപ്പൊ അത് ആരാണ് ഈ കോൺട്രാക്ട് ബേസിൽ ആരെടുത്താണോ ഇനി ടീച്ചറിന്റെ അവരുടെ കീഴിലാണെന്ന് അത് കൃത്യമായിട്ട് അറിയില്ല. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് അന്വേഷണം വേണം. ആരൊക്കെയാണ് അതിന്റെ ഇതിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് പറയണം. പിന്നെ ഒന്നാമത് പറയുമ്പോൾ ഇപ്പൊ നേരത്തെ ചുറ്റുമാല പണിയുണ്ടായിരുന്നു, അത് പൂർത്തീകരിക്കുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ ഈ പണി പൂർത്തിയാക്കാനുള്ള എല്ലാവിധ ഇത് ചെയ്യാൻ വേണ്ടിയും അത് തന്നെ ഇതിൽ ആരാര് മറ്റേ കരാറ് കൊടുത്തു അതും കൂടി അന്വേഷിക്കും. കൊറമ്പാടി മേലാ കൊറമ്പാടി പാലം കെട്ടുക തുടങ്ങിനാറ് വർഷക്കണക്ക് കാത്തിരുന്ന ഇങ്ങനത്തെ ജനങ്ങൾക്ക് കെനാതെ ഇപ്പൊ കെട്ടുക പാല മുൻ MP KE ഇസ്മായിൽ പണ്ടിതിരുന്ന് 7 ലക്ഷം രൂപയും MLA പണ്ടിതിരുന്ന് 20 ലക്ഷം രൂപയും ചേർത്തിതേ പാലത്തെ കെട്ടുകത് ഈ പാല കെട്ടുകതിനാലെ വർഷക്കണക്ക് കാത്തിരുന്ന ഇങ്ങനത്തെ ജനങ്ങൾക്ക് പാലത്തിനാലെ നല്ല കാലം പറഞ്ഞത് ഇപ്പൊ ജനങ്ങൾ നടക്കാതെ ಕೆರೆக்கு കുറുക്കെ കെട്ടിരിക്ക മരപ്പാലത്തിದೆ പുതു പാല 3 മാസத்துக்குள்ளே കെട്ടി മുടുത്തിട്ട് വരുന്നത് ചൊല്ലിയിരിക്കാറ്. MLA-യുടെ 20 ലക്ഷവും അതുപോലെ MP-യുടെ ഫണ്ടായിട്ട് അതായത് ഇസ്മായിലിന്റെ ഫണ്ടായിട്ട് 7 ലക്ഷം കൂടെ 27 ലക്ഷം അനുവദിച്ചിട്ടുണ്ട്. അത് പാലം പണി നടന്നുകൊണ്ടിരിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. പാലം പണിയുന്നില്ല, കാലാകാലങ്ങളിൽ വരുന്ന സർക്കാർ മാറി മറിഞ്ഞു വരുന്നു, പാലം പണിയുന്നില്ല എന്ന് പറയുന്നെങ്കിലും ഇപ്പോൾ പാലം പണി ആരംഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ജനങ്ങളുടെ കഷ്ടപ്പാടും ദുരിതങ്ങളും ഈ കുടിയേറ്റ മേഖലകളിൽ മാറുന്നതിൽ വലിയധികം സന്തോഷം രേഖപ്പെടുത്തുകയാണ്. ഏകദേശം 2 മാസം കൊണ്ട് പാലം പണി തീർക്കാമെന്നാണ് അറിയാൻ സാധിച്ചതിന്റെ. പാലത്തിന് 3 കാലം അതുപോലെ സ്ലാബും എല്ലാം കൂടെ 27 ലക്ഷം രൂപയുടെ വർക്ക് 2 മാസം കൊണ്ട് തീരും എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. കുറവമ്പാടി മേലെ കുറവമ്പാടി 9 ഭാഗങ്ങളിൽ അതായത് സിർവാണി എസ്റ്റേറ്റിലേക്ക് പോകാനൊക്കെ എളുപ്പ വഴിയാണ്. അതുപോലെ അഹാഡ്സിന്റെ മലയായ ആട്ടപ്പാട് മലയിൽ അങ്ങോട്ട് പോകാനൊക്കെ വളരെ എളുപ്പമുള്ള വഴിയാണ് ഈ പാലം വന്നാൽ. കുറവമ്പാടി പാലമാണെങ്കിലും അഗളി പഞ്ചായത്തിനെയും ഷോളൂർ പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന നല്ല ഒരു പാലം തന്നെയാണ്. വികസനത്തിന്റെ നാന്ദി കുറിച്ചുകൊണ്ടുള്ള ഒരു പാലം തന്നെയാണ് വന്നിരിക്കുന്നത്. അട്ടപ്പാടിക്കാർക്ക് ഉപയോഗപ്പെടുക മാതിരി അട്ടപ്പാടി വാലി ഇറിഗേഷൻ പദ്ധതി നടത്തുകക്ക് ഈ വർഷത്തെ സംസ്ഥാന ബഡ്ജറ്റ് ഇതിന് AVIP കടമില്ലേ. അട്ടപ്പാടിതിർക്ക എല്ലാ ഭാഗത്തേക്കും ഉപയോഗപ്പെടുക മാതിരി AVIP പദ്ധതി നടത്തുവരുന്നത് എല്ലാ ബഡ്ജറ്റിനും ചൊല്ലുകതോടെ ശരി. ഇതേമാതിരി ഇപ്പത്തെ സംസ്ഥാന ബഡ്ജറ്റ് ഇതിന് AVIPക്ക് ഇടമില്ലേ.
ஏவிஐபி பദ്ധதி நடப்பிலாக்கும் என்று சொல்லணும், இல்லை நடப்பிலாக்க மாட்டேன் என்று சொல்லணும். எதுவுமே சொல்லாதே இருக்கிறதுனாலே சித்தூர் பாகத்துக்கு ஒரு சர்க்கார் பദ്ധதியும் நடத்தாதே இருக்காரு. KCB லைன் இல்லாத எத்தனையோ குடும்பங்கள் இங்கு இருக்காரு. ബന്ധപ്പെട്ട അധികാരികൾ നടപടിക്ക് എടുത്ത് ഇതുക്ക് ഒരു തീരുമാനം വേണമെന്ന് ചൊല്ലിയിരിക്കാറ്. ഈ ഡാം കൂടെ വന്ന് ഡാമിന്റെ പ്രവർത്തനം തുടങ്ങിയതിനു ശേഷം ഈ ചിറ്റൂര്, കുറവമ്പാടി, പുലിയറ, കട്ടേക്കാട്, പെട്ടിക്കല്ല്, വയലൂരി ഭാഗങ്ങളിൽ യാതൊരു വികസന പ്രവർത്തനം നടക്കുന്നില്ല. ജനങ്ങളുടെ ജീവിതം തന്നെ അധോഗതിയായി. വഴി നടക്കാനോ വന്യമൃഗങ്ങളുടെ ശല്യം. വെറുതെ ഈ കർഷകരുടെ സ്ഥലങ്ങളെടുത്തിട്ട് പൊന്നും വലിക്കും മേടിച്ചിട്ട് അന്യാധീനപ്പെട്ട് കിടക്കുകയാണ്. വെറുതെ ആവശ്യമില്ലാതെ ഉദ്യോഗസ്ഥന്മാരെ വെച്ച് ലക്ഷങ്ങൾ മാസങ്ങളായിട്ട് ചെലവഴിക്കൊണ്ടിരിക്കുക. എന്താ കാര്യം? ഒന്നെങ്കിൽ ഡാം നടത്തുക, ഇല്ല എന്നുണ്ടെങ്കിൽ അതെടുത്ത ഭൂമി കർഷകന് തിരിച്ചു കൊടുക്കുക. ഇതാണ് എന്റെ അഭിപ്രായം. ഇല്ലെങ്കിൽ അക്വിസിഷൻ ചെയ്ത സ്ഥലങ്ങൾ കൃഷിക്കായിട്ട് തിരിച്ചു കൊടുക്കുകയോ പാട്ടത്തിന് കൊടുക്കുകയോ മറ്റു ചെയ്യുക. ഇവിടെയുള്ള കൃഷിക്കാരെ സംബന്ധിച്ച് വന്യമൃഗങ്ങളുടെ ശല്യവും മറ്റും കാരണം ഇവിടെ കൃഷി ചെയ്യാനോ ജീവസാധ്യങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാണ്. ഇവിടെയാണ് വന്യമൃഗങ്ങളുടെ ഏറ്റവും കൂടുതൽ ആവാസ ചെയ്യുന്നത് ഈ അക്വിസിഷൻ ചെയ്ത സ്ഥലത്ത്. അതുകൊണ്ട് ആ സ്ഥലം ഒന്നെങ്കിൽ കൃഷിയോഗ്യമാക്കുക, ഇല്ലെങ്കിൽ ഡാം വരിക. അതുപോലെ ചിറ്റൂര്, കുറവമ്പാടി, പുലിയറ, കട്ടേക്കാട് ഇവിടെ എല്ലാം കൃഷിക്കാർ താമസിക്കുന്ന മേഖലയാണ്. കൃഷി കൊണ്ട് മാത്രം ജീവിക്കുന്ന ആൾക്കാർ. വന്യമൃഗങ്ങളുടെ ശല്യം കാരണം ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലോട്ട് എത്തിക്കൊണ്ടിരിക്കുക. ഞാനിവിടെയുള്ള കൃഷിക്കാരനാണ്. അതുപോലെ ഈ റോഡ് PWC വിട്ടുകൊടുക്കുവോ അല്ലെങ്കിൽ ഇത് AVIP തന്നെ എൻ്റെ കാര്യങ്ങൾ ചെയ്ത് ഗതാഗത യോഗ്യമാക്കും. യാതൊരു വക ഗതാഗത യോഗ്യമില്ലാത്ത ഈ സ്ഥലം ഇങ്ങനെ ആക്കി തീർക്കുന്നതിൽ സർക്കാർ അതിന്റെ വേണ്ട നടപടികൾ സ്വീകരിച്ച് ചെയ്യും. ഈ അട്ടപ്പാടി വാലി ഇറിഗേഷൻ പ്രോജക്റ്റ് അത് വളരെ വർഷം മുമ്പുള്ള ഒരു ആശയമാണ്. വളരെ നല്ല ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കുറെ വെള്ളം പ്രൊട്ടക്ട് ചെയ്യപ്പെടാൻ സാധിക്കും. ഇവിടെ നിന്നിപ്പോ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വരെ ഒഴുകിപ്പോകുന്ന സാഹചര്യം നിലവിലുണ്ട്. ആ പദ്ധതി ചെറിയ പദ്ധതിയല്ല, വളരെ വലിയ പദ്ധതി. ഇത്തവണയും അതിന്റെ പരാമർശമുണ്ട്. പക്ഷെ അത് സീരിയസ് ആക്കി കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങൾ വേറെ നടത്തണം. അത് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ കാര്യമല്ല. ഏതായിരുന്നാലും സംസ്ഥാന സർക്കാർ ആ പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ല. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി പ്രത്യേകിച്ച് ജലസേചന മന്ത്രി ശ്രീ ജോസഫുമായൊക്കെ നടത്തി വന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ആ പദ്ധതിക്ക് ജീവൻ വെച്ച് വരുന്നുണ്ട്. അത് ഉപേക്ഷിച്ചിട്ടില്ല. അത് നമുക്ക് വീണ്ടും അത് സജീവമാക്കി കൊണ്ടുവരാൻ സാധിക്കും. ഇത്തവണത്തെ ബഡ്ജറ്റിൽ അത് ഉപേക്ഷിക്കപ്പെടാത്തൊരു പദ്ധതിയായി നിലനിൽക്കുകയാണ്. ബാക്കി അതിനെ സംബന്ധിച്ച് ഇപ്പൊ അത്രേ പറയാൻ സാധിക്കും. ഒന്നുകിൽ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലാത്തത് കാരണം പദ്ധതി കാരണം പല വിഷയത്തിലും എനിക്കറിയാം. അവിടുത്തെ ഇലക്ട്രിസിറ്റി ലൈൻ വലിക്കേണ്ട വിഷയത്തിൽ പോലും പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു പ്രയാസം ഞാൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഏതായിരുന്നാലും അതിലൊരു തീരുമാനം വൈകാതെ ഉണ്ടാവും. 2012 സംസ്ഥാന ബഡ്ജറ്റ് അട്ടപ്പാടിക്ക് നല്ലതേ എതിർക്കുന്നത് മണ്ണാർക്കാട് നിയോജക മണ്ഡല MLA എൻ ശംസുദ്ദീൻ ചാനൽ പ്ലസ്ക്ക് ചൊല്ലിയിരിക്കും. ഒരുപാട് നമ്മുടെ സംസ്ഥാനത്തിന് വളരെയേറെ ഭാവിയിലേക്കുള്ള കാഴ്ചപ്പാടോടുകൂടിയുള്ള പദ്ധതികൾ വന്നിട്ടുണ്ട്. തീർച്ചയായും മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്ന് സമർപ്പിച്ച പദ്ധതികൾ ഇത്തവണത്തെ ബഡ്ജറ്റിന്റെ ഭാഗമായിട്ടുണ്ട്. അതിൽ നമുക്ക് ഏറെ സന്തോഷിക്കുന്ന ഒരു കാര്യം, അട്ടപ്പാടിയിൽ നമ്മൾ കാലങ്ങളായി കാത്തിരിക്കുന്ന കാർഷിക പാക്കേജ്, ആ കാർഷിക പാക്കേജ് അക്ഷയപാത്രം എന്ന പേരോടുകൂടി 160ഓളം കോടി രൂപ, 153 എക്സാക്ട് ഫിഗർ പറയുന്നത്, ചെറിയ വേരിയേഷനൊക്കെ വരാം, അത്രയും വലിയ സംഖ്യയുടെ ഒരു പദ്ധതി വരികയാണ്. 12ാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ ഇത് നടപ്പാക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ വരുന്ന 5 വർഷത്തിനുള്ളിൽ ആ കാർഷിക പാക്കേജ് അട്ടപ്പാടിയിൽ വരും. പഴം പച്ചക്കറികളുടെ ഒരു അക്ഷയപാത്രമായി, എത്ര എടുത്താലും തീരാത്തത്ര ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കേന്ദ്രമായി അട്ടപ്പാടിയെ മാറ്റുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മുടെ ഇവിടെയുള്ള കോളേജിന്റെ കെട്ടിടത്തിന് ഫണ്ട് ബജറ്റിലുണ്ട്. ചില റോഡുകൾ, ഈ ചിന്നപ്പറമ്പ് കള്ളമല റോഡ് പോലുള്ള വളരെ പ്രധാനപ്പെട്ട ഗ്രാമീണ റോഡുകൾക്ക് വലിയ വിഹിതം ഇതിൽ ബഡ്ജറ്റിൽ വന്നിട്ടുണ്ട്. അഹാഡ്സിനെ കുറിച്ചുള്ള അതിന്റെ തുടർ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള പരാമർശം ബജറ്റിലുണ്ട്. ഇങ്ങനെ അട്ടപ്പാടിയെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ബജറ്റാണ് ഇത്തവണ ബഹുമാനപ്പെട്ട മാണി സാർ ധനകാര്യമന്ത്രി അവതരിപ്പിച്ചിട്ടുള്ളത്. ഇന്നത്തെ ചെയ്തികൾ എല്ലാവർക്കും കുമ്പം.